വർഷം 2013 ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയം. ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മുന്നിൽ ഒരു യുവതാരത്തിന് ഇരിപ്പിടം നിഷേധിക്കപ്പെട്ടു. ജൂനിയർ താരങ്ങൾ പോലും മുൻനിരയിൽ ഇരുന്നപ്പോൾ സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള വിജയ് ഇരുന്നത് ആൾക്കൂട്ടത്തിന് പിന്നിൽ. പരാതികളില്ലാതെ ശാന്തനായി അവിടെ ഇരുന്ന ആ മനുഷ്യൻ 13 വർഷങ്ങൾക്കിപ്പുറം അതേ 9 കോടി ജനങ്ങളെ നയിക്കാൻ മുഖ്യമന്ത്രിയായി എത്തുമെന്ന് ആരും അന്ന് കരുതിയില്ല. അന്ന് എവിടെ വെച്ച് അപമാനിക്കപ്പെട്ടോ ആ സിംഹാസനത്തിലിരുന്ന ജയലളിതയുടെ അതേ കസേരയിലേക്ക് 9 കോടി ജനങ്ങളുടെ നായകനായി വിജയ് ഇന്ന് നടന്നു കയറുകയാണ്. 1974 എസ് എ ചന്ദ്രശേഖറിന്റെയും ശോഭയുടെയും മകനായി ജനനം. 1992 സിനിമയിൽ നായകനായി എത്തുമ്പോൾ ഇതാണോ നായകൻ എന്ന് പരിഹസിച്ചവരുടെ മുന്നിലൂടെ വിജയ് വളർന്നു. വിജയ് മുഖ്യമന്ത്രിയായത് ഒരു സുപ്രഭാതത്തിലുണ്ടായ അത്ഭുതമല്ല. വിജയ് മക്കൾ എന്ന ആരാധക കൂട്ടത്തെ ഒരു രാഷ്ട്രീയ യന്ത്രമാക്കി മാറ്റിയ വർഷങ്ങൾ നീണ്ട നിശബ്ദ വിപ്ലവത്തിന്റെ ഫലമാണിത്. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ വിജയിച്ച 129 അംഗങ്ങൾ നൽകിയ സൂചന ഭരണകക്ഷികൾ തിരിച്ചറിഞ്ഞില്ല. 2024 ഫെബ്രുവരി 2 തമിഴക വെട്രി കഴകം പിറവിയെടുത്തപ്പോൾ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ദിവസം. MGRന് ശേഷം സിനിമയുടെ വെള്ളി വെളിച്ചവും കോടികളുടെ പ്രതിഫലവും പൂർണ്ണമായും ഉപേക്ഷിച്ച് ജനങ്ങൾക്കായി ഇറങ്ങിത്തിരിച്ച ഒരേയൊരു താരം. തടസ്സങ്ങൾ ഏറെയായിരുന്നു. ഗവർണറുടെ ഇടപെടലുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കുതിരക്കച്ചവട ശ്രമങ്ങൾ. പക്ഷേ സിനിമയിലെ ക്ലൈമാക്സിൽ എന്ന പോലെ എല്ലാ വില്ലന്മാരെയും നിഷ്പ്രഭരാക്കി ദളപതി വിക്ടറി ഉറപ്പിച്ചു. പള്ളി, ക്ഷേത്രം, ദർഗ, എനിക്കെല്ലായിടത്തും ഒരേ ദൈവ സാന്നിധ്യമാണ്. ലളിതമായ ഈ വാക്കുകളിലുണ്ട് വിജയിയുടെ രാഷ്ട്രീയം. ഒരു കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ജാതിക്കും മതത്തിനും അതീതമായ തന്റെ തമിഴ് സ്വത്വം ഉയർത്തിപ്പിടിച്ചു. വെള്ളിത്തിരയിലെ രക്ഷകൻ ജീവിതത്തിലും രക്ഷകനാകുമെന്ന് തമിഴ് മക്കൾ വിശ്വസിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ ഈ ചരിത്ര നിമിഷം. സിനിമയുടെ ഗ്ലാമറും കോടികളുടെ പ്രതിഫലവും ഉപേക്ഷിച്ചാണ് വിജയ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത്. ഇനിയുള്ള പാത പൂവിരിച്ചതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. തമിഴ് മക്കൾ ആഗ്രഹിച്ച ആ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ചന്ദ്രശേഖറിൽ നിന്നും തമിഴ്നാട് ഇനി മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചരിത്രം വഴിമാറുകയാണ്.